ഹായ് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ റിസൾട്ട് CBT 1 ആദ്യ ഘട്ടത്തിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതത് RRBകളിൽ നിങ്ങൾ ഏത് RRBക്ക് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ ആ വെബ്സൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ തിരുവനന്തപുരത്തിന്റെ RRB തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് CN, JE, DMS എക്സെട്ര തുടങ്ങിയ പരീക്ഷകളുടെ റിസൾട്ട് എന്നുള്ള രീതിയിൽ ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ കൃത്യമായിട്ട് സ്കോർ കാർഡ്, നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്കോർ കാർഡ് കാണാനുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെയുണ്ട്. ലിങ്ക് ടു വ്യൂ ദ സ്കോർ കാർഡ് ഫോർ JE, DMS, CMA എക്സെട്ര. അപ്പോൾ അതിന്റെ CBT 1 സ്കോർ കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ള, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാനായിട്ട് ടോട്ടൽ ഷോർട്ട് ലിസ്റ്റുകളും നിങ്ങൾക്ക് കാണാം. 1600ഓളം പേരെയാണ് തിരുവനന്തപുരത്ത് RRB തിരുവനന്തപുരത്ത് CBT 1 ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇത് ജൂനിയർ എഞ്ചിനീയറും DMS-ഉം അതുപോലെ CMA ഉൾപ്പെടെയുള്ള എല്ലാ പോസ്റ്റുകളോടെ ചേർത്തിട്ട് കോമൺ ആയിട്ട് ഉള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്കോർ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കും, വിവിധ കാറ്റഗറികളുടെ കട്ട് ഓഫ് മാർക്കും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് RRB തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റ് ആണ്. അതുപോലെ തന്നെ RRB ചെന്നൈയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ, അത് മറ്റേതെങ്കിലും RRBകളിലേക്കാണെങ്കിൽ അതത് വെബ്സൈറ്റുകളിൽ പോയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, CBT 2 നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയുക. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കോർ കാർഡ് നോക്കുക, എത്ര മാർക്കൊക്കെ കിട്ടി, കട്ട് ഓഫ് എത്ര ആണ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് അടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യുക. CBT 2 പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഉടനെ തന്നെ പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുന്നതാണ്. ഈ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള, നിങ്ങളുടെ സ്കോർ അറിയാനുള്ള ഫെസിലിറ്റി 20-ാം തീയതി വരെ ഉള്ളൂ എന്നുള്ള കാര്യം, മാർച്ച് 20 വരെ ഉള്ളൂ എന്നുള്ള കാര്യം റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് കിട്ടുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. I+ന്റെ ഉൾപ്പെടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യം. അപ്പോൾ CBT 2 വേണ്ടി ഏറ്റവും ഇന്റൻസീവായിട്ട് നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. മെക്കാനിക്കലിനും സിവിലിനും അതുപോലെ CMAയ്ക്കും I+ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. എൻറോൾ ചെയ്യുന്നതിന് താഴെ കാണുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലോ കാണുന്ന ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ജോലി നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.